എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് നിങ്ങൾ കേട്ട് കാണും. വേണ്ട മക്കളെ വേണ്ട എന്ന പ്രോഗ്രാമിൽ ഫസ്റ്റ് വിഷയം ഞാൻ എടുത്തിരുന്നത് എത്ര തിരക്കാണെങ്കിലും മാതാപിതാക്കൾ നമ്മുടെ കുട്ടികളെ കേൾക്കണം എന്നുള്ളതാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതായ ഒരാശയമാണ്. നമ്മുടെ ഭവനങ്ങളിൽ അസ്തമിച്ചിരിക്കുന്നതായ നിർജീവമായിരിക്കുന്നതായ ആ തമാശകളും പൊട്ടിച്ചിരികളും വീണ്ടും ഉണരണം, ഉയർത്തെഴുന്നേൽക്കണം. കാരണം നമുക്കറിയാം നമ്മൾ എന്താണ് ഏറ്റിരിക്കുന്നത്. പല ഭവനങ്ങളിലുള്ള കുട്ടികൾ സമൂഹത്തിൽ വ്യത്യസ്തമായ സ്വഭാവദൂഷ്യങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. അവിടെ ലഹരിക്ക് അടിമയായിരിക്കുന്നു, വെറുക്കുത്തുള്ളിൽ ചെന്നേർന്നിരിക്കുന്നു, വ്യത്യസ്തമായ മാനസിക വിഷമം അനുഭവിക്കുന്ന കുട്ടികളാണ് ഇന്ന് കേരളത്തിൽ മാത്രമല്ല മറുനാട്ടിലുമുണ്ട്. പക്ഷെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ഈ സമൂഹത്തിൽ വ്യത്യസ്തമായ സ്വഭാവം ഉൾക്കൊണ്ടിരിക്കുന്ന കുട്ടികളെ അവർ അടിമയായിരിക്കുന്നതായ ആ മാഫിയ, ആ ഡ്രഗ്സ് അഡിക്റ്റിൽ നിന്നും അവരെ രക്ഷിക്കണം, തിരിച്ചു കൊണ്ടുപോകണം. പല രീതിയിലുള്ള വെറുക്കൂത്തുകൾ അവർ കാണിക്കുന്നു. ഏത് രീതിയിൽ നമ്മുടെ മക്കൾ പ്രവർത്തിക്കുമെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൂടാണ് പല പേരൻസും കടന്നു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ദുഃഖത്തിലും പ്രയാസമിരിക്കുന്നതായ മാതാപിതാക്കളെ, ദുഃഖത്തിലും പ്രയാസത്തിലും ഇരിക്കുന്ന സമൂഹത്തെ, ആ സമൂഹത്തിൽ വസിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുക, അവരെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ദൗത്യമാണ് ഇവിടെ നമ്മൾ ഏറ്റിരിക്കുന്നത്. അതിന് ഗവൺമെൻറ്റും അതുപോലെ പല പ്രസ്ഥാനങ്ങളും പല സംഘടനകളും വളരെ ഏറെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഈ വീഡിയോയിലൂടെ ചെറിയൊരു സപ്പോർട്ടാണ്. ആ സപ്പോർട്ടിലാണ് ഒരു വളരെ പ്രധാനപ്പെട്ടതായ ഒരു വിഷയമാണ്. വൈകുന്നേരങ്ങളിൽ പല ഭവനങ്ങളിലും മാതാപിതാക്കളും കുട്ടികളും ഒത്തുചേരുന്നില്ല. മാതാപിതാക്കൾ തിരക്കാണ്, കുട്ടികൾ പഠിക്കുന്നു, ട്യൂഷൻ, അവരുടെ ഹോംവർക്ക് കാര്യങ്ങളെല്ലാമായിട്ട് വ്യത്യസ്തമായ രീതിയിൽ ഭവനങ്ങളിൽ ഇരിക്കുകയാണ്. കിട്ടുന്ന സമയം സോഷ്യൽ മീഡിയയിൽ ഇൻവോൾവ് ആകുകയാണ്. അങ്ങനെയല്ല വേണ്ടത്. ആദ്യകാലങ്ങളിൽ നമ്മൾ നോക്കൂ, നമ്മുടെ ഭവനങ്ങളിൽ ഒരു കുഞ്ഞല്ല 9 കുഞ്ഞുങ്ങളായിക്കോട്ടെ, വല്യപ്പച്ചനും വല്യമ്മയും ചാച്ചനും അമ്മയും സഹോദരി സഹോദരങ്ങളും ഒന്നിച്ചിരുന്ന് തമാശകൾ പറയുമായിരുന്നു. ആ തമാശകൾ കേട്ട് ചിരിക്കും, പൊട്ടിച്ചിരിക്കും. എന്നാൽ ഇന്ന് അതെല്ലാം അസ്തമിച്ചിരിക്കുന്നു. വല്യപ്പനും വല്യമ്മൻ്റെയും പറയുന്നതായ കുട്ടിക്കഥകൾ നമുക്കിന്നും അറിയാം. ഈ നിർജീവമായിരിക്കുന്നതായ ഈ ഒത്തുചേരലിനെ വീണ്ടും പുനർജീവിക്കണം. അത് ഏറ്റവും നല്ല ഒറ്റമൂലിയാണ്. ഈ വന്നു ചേരുന്നതായ കുട്ടികളെ മാനസികമായിട്ട് ഉല്ലാസവനമാക്കുവാൻ വേണ്ടിയിട്ട് ഈ തമാശകളും പൊട്ടിച്ചിരികളും നല്ല ഒരു ഒറ്റമൂലിയാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റുള്ള പേരൻസിന് ഷെയർ ചെയ്യണം. കാരണം നമ്മൾ എത്ര തിരക്കാണെങ്കിലും വീട്ടിലുള്ള കുട്ടികൾ, വീട്ടിലുള്ളവർ ഒന്നിച്ച് ചേർന്ന് ഒരു തമാശയും അല്പം ചിരിക്കുകയും ഒക്കെ വേണം. കാരണം ഇന്ന് തമാശ പറയാൻ പോലും ആർക്കും അറിയില്ല, അത് കേട്ട് ചിരിക്കാനൊന്നും അത്രയും അറിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ളതായ തമാശകളും പൊട്ടിച്ചിരിയും പഠിച്ചു കഴിയുമ്പോൾ തന്നെ കുട്ടികൾക്ക് സമൂഹത്തിൽ അല്പം തമാശ പറയാനും ചിരിക്കാനും ഒക്കെ കഴിയും. ഇന്ന് പിള്ളേരെല്ലാം സീരിയസ് മൂഡിലാണ്. ഏത് പ്രായത്തിലുണ്ടായിട്ട് പഠിത്തമായി മറ്റുള്ള കാര്യങ്ങളായി അവരുടെ മനസ്സിൽ എന്താണെന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഒറ്റമൂലികൾ അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ കളിക്കുന്ന നേരത്ത്, പഠിക്കുന്ന നേരത്ത്, അവർ ചെന്ന് ചേരുന്നതായ സമൂഹത്തിലൊക്കെ ഇങ്ങനെ തമാശകളും കാര്യങ്ങളും വരുമ്പം അവർക്കൊരു പോസിറ്റീവ് എനർജി വന്നിട്ട് അവർ പതുക്കെ കൂടുതൽ സമയം മാതാപിതാക്കളുടെ അടുത്തേക്ക് വരും, ഭവനത്തിലേക്ക് വരും. അവർക്ക് അറിയുന്ന കാര്യങ്ങളെല്ലാം നമ്മളോട് പറയാനുള്ളതായ ഒരാഗ്രഹം വരും. ഇന്ന് എന്താ പറയാത്തത്? അവർ നോക്കുമ്പോൾ പപ്പയും അമ്മയും ബിസി, വലിയേട്ടനും വലിയേച്ചിയും ബിസി, അനിയനും അനിയത്തിയും ബിസി. പിന്നെ പിള്ളേരെന്ത് ചെയ്യാൻ പറ്റും? അയലോക്കത്തുള്ളൊരു ബിസി, സ്കൂളിൽ ബിസി, എല്ലാവരും തിരക്കാണ്. അപ്പോൾ പിള്ളേരുടെ മനസ്സിൻ്റെ അവസ്ഥ, നല്ല ആരോഗ്യപരമായിരിക്കുന്ന മനസ്സ് സൃഷ്ടിക്കണമെങ്കിൽ ഏറ്റവും നല്ല ഒറ്റമൂലിയാണ് നിർജീവമായിരിക്കുന്നതായ ആ തമാശകളും ചിരിയും പൊട്ടിച്ചിരിയും തിരിച്ച് നമ്മുടെ ഭവനത്തിൽ കൊണ്ടുവരണം. നമ്മൾ ദുഃഖിതരാണ് അല്ലേ? പല മാതാപിതാക്കളും ദുഃഖിതരല്ലേ? അതെ, അവരുടെ കുട്ടികളെ പറ്റി ചിന്തിക്കുമ്പോൾ ടേക്ക് ടൈം. നമുക്ക് സമയം കണ്ടെത്തി നമ്മുടെ കുട്ടികളെ ചേർത്ത് പിടിച്ച് ചെറിയ ഒത്തുചേരലുകൾ ആരംഭിക്കണം. വൈകുന്നേരം അറ്റ്ലീസ്റ്റ് 15 മിനിറ്റ് തൊട്ട് 20 മിനിറ്റ് വരെ മതി കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം?
മറ്റുള്ള പേരൻസിലേക്ക് ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.